ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത് ട്രൈബ്സിനെ കുറിച്ചാണ്. ട്രൈബ്സ് ആരാണ്? ട്രൈബ്സ് ഗോത്രവർഗക്കാർ അല്ലേ? ആദിവാസി സമൂഹങ്ങൾ, അതായത് ആദിവാസി സമൂഹങ്ങളെയാണ് ട്രൈബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ട്രൈബ്സിലൂടെ അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. അതായത് ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഗോത്ര ജനസംഖ്യ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. ഇന്ത്യക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. മോസ്റ്റ് ട്രൈബൽ പീപ്പിൾ ലീവ് ഇൻ റിമോട്ട് ഹില്ലി ആൻഡ് ഫോറസ്റ്റഡ് ഏരിയ. ട്രൈബൽ പീപ്പിൾസ് കൂടുതലായിട്ട് താമസിക്കുന്നത് എവിടെയാണ്? അതായത് കുന്നുകളിലും അതേപോലെ തന്നെ വനപ്രദേശങ്ങളുമായിട്ടുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ട്രൈബൽസ് കൂടുതലായിട്ട് ജീവിക്കുന്നത്. മോസ്റ്റ് ട്രൈബൽ പീപ്പിൾ ലീവ് ഇൻ റിമോട്ട് ഹില്ലി ആൻഡ് ഫോറസ്റ്റ് ഏരിയ. മേജർ ട്രൈബൽ റീജിയൻ ഇൻക്ലൂഡ് സെൻട്രൽ ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. പ്രധാന ഗോത്ര മേഖലകളായി അറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? സെൻട്രൽ ഇന്ത്യ, മധ്യ ഇന്ത്യ, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, വടക്ക് കിഴക്കൻ ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ, പടിഞ്ഞാറൻ ഇന്ത്യ, അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യ, തെക്ക് ഇന്ത്യയുടെ തെക്ക് ഭാഗം. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ്, അതായത് സെൻട്രല്, നോർത്ത് ഈസ്റ്റ്, വെസ്റ്റേൺ, സൗത്ത് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് ഈ ഇന്ത്യയിലെ ഈ ട്രൈബൽസ് കൂടുതലായിട്ട് താമസം ഉള്ളത്. ആൻഡ് ദെൻ മെയിൻ ഒക്യുപ്പേഷൻ ട്രൈബാർ. പ്രധാനപ്പെട്ട അവരുടെ തൊഴിലുകളായിട്ട് എന്തൊക്കെയാണ്? ഗോത്രജനങ്ങളുടെ പ്രധാന ഒക്യുപ്പേഷൻ, മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ട്രൈബ്സ് ആർ. ട്രൈബൽസിന്റെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അതായത് അവര് കൃഷി എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും? കൃഷി രീതികളിൽ ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഇപ്പം മഞ്ഞുകാലഘട്ടമാണെങ്കിൽ ആ ഭാഗത്തായിരിക്കും, ആ ഭാഗത്തിലേക്ക് അതായത് കൂടുതൽ സ്നോ സീസണിൽ ആ ഭാഗത്ത് അതിന് പറ്റിയ കൾട്ടിവേഷൻസ് ആണ് ചെയ്യുക. അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് അവരുടെ കൃഷിയിൽ അവരെന്ത് ചെയ്തിരുന്നു? ഷിഫ്റ്റ് ചെയ്തിരുന്നു. അതേപോലെ ഹണ്ടിങ്, ഫുഡ് ഗാദറിങ് ആൻഡ് ഫോറസ്ട്രി, വേട്ടയാടലും ഭക്ഷണം ശേഖരിക്കലും അതേപോലെ തന്നെ ഫോറസ്ട്രി ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മറ്റു ഒക്യുപ്പേഷൻ. സെറ്റിൽഡ് അഗ്രികൾച്ചർ, അതായത് സ്ഥിരമായിട്ട് അവർ കൃഷി ചെയ്തിരുന്നു. അഗ്രികൾച്ചറൽ ലേബർ, കാർഷിക തൊഴിലാളികളായിരുന്നു അവർ. ആനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണം ഉണ്ടായിരുന്നു. ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി, അതേപോലെ തന്നെ കുടിൽ വ്യവസായങ്ങളും ചെറിയ രീതിയിലുള്ള കുടിൽ വ്യവസായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു ആരെ? ഈ ട്രൈബൽസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ട്രൈബൽസിൻ്റെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി നമ്മൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്. ഡി.ജെ. മാൻഡൽബമ്മിൻ്റെ അഭിപ്രായത്തിൽ ട്രൈബൽസിന്റെ സവിശേഷതകളാണ് പറയുന്നത്. എന്തൊക്കെ സവിശേഷതകളാണ് നോക്കൂ. ഫസ്റ്റ് വൺ, ട്രൈബൽസിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് കിൻഷിപ്പ് ഈസ് ദ ബേസിസ് ഓഫ് സോഷ്യൽ ബോണ്ട്. അതായത് ബന്ധുത്വം സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനമായിരുന്നു. ട്രൈബൽസ് അവർ ഫോളോ ചെയ്തിരുന്ന ആ രക്തബന്ധം അഥവാ കിൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം, സോഷ്യൽ ബോണ്ടായിട്ടാണ് അവർ കണ്ടിരുന്നത്. കിൻഷിപ്പ് ഈസ് ദ ബേസിസ് ഓഫ് സോഷ്യൽ ബോണ്ട്. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, ആബ്സെൻസ് ഓഫ് റിജിഡ് ഹയറാർക്കി ആൻഡ് സ്റ്റാറ്റസ് ഡിസ്റ്റിങ്ഷൻ. അതേപോലെ തന്നെ അവർക്ക് ഒരു കർക്കശമായിട്ടുള്ള പദവീക്രമം ഉണ്ടായിരുന്നില്ല. അബ്സെൻസ് ഓഫ് റിജിഡ് ഹയറാർക്കി ആൻഡ് സ്റ്റാറ്റസ് ഡിസ്റ്റിങ്ഷൻ. അങ്ങനെ ഒരു പദവിയെ അങ്ങനെ ശക്തമായിട്ട് പദവി തിരിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അടുത്ത പോയിന്റ്, lack of strong and formal organization. ശക്തമായ ഔപചാരിക സംഘടനകളുടെ അഭാവം അവർക്കുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ലാക്ക് പറഞ്ഞാൽ എന്താ? അഭാവം.
ലാക്ക് ഓഫ് സ്ട്രോങ് ആൻഡ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായ ഔപചാരിക സംഘടനകളുടെ അഭാവം നിലനിന്നിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, കമ്മ്യൂണൽ ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. അതേപോലെ തന്നെ ഭൂമിയുടെ കൂട്ടുടമസ്ഥത നിലനിന്നിരുന്നു. കമ്മ്യൂണൽ ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, ഭൂമിയുടെ ഒരു കൂട്ടമായിട്ടുള്ള ഉടമസ്ഥത, കമ്മ്യൂണൽ ഓണർഷിപ്പ് ട്രൈബൽസിന്റെ ഇടയിൽ നിലനിന്നിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, സൊസൈറ്റി ഈസ് സെഗ്മെന്ററി ഇൻ നേച്ചർ. അതേപോലെ തന്നെ സാമൂഹികമായ വിഭാഗീയ സ്വഭാവം ഉണ്ടായിരുന്നു. സൊസൈറ്റി ഈസ് സെഗ്മെന്ററി ഇൻ നേച്ചർ, സാമൂഹികമായിട്ടുള്ള ഒരു വിഭാഗീയ സ്വഭാവം നിലനിർത്തിയിരുന്നു. ലിറ്റിൽ ഇമ്പോർട്ടൻസ് ഗിവൺ ടു സർപ്ലസ് അക്കോമഡേഷൻ ആൻഡ് മാർക്കറ്റ് ട്രേഡിംഗ്. അതേപോലെ തന്നെ അവര് മാർക്കറ്റ് ട്രേഡിങ്ങും അതേപോലെ തന്നെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? അധികമുള്ള. അപ്പോൾ കൂടുതലായിട്ട് അവര് ചെറിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തു. എന്ത്? സർപ്ലസ് അക്കോമഡേഷൻ ആൻഡ് മാർക്കറ്റ് ട്രേഡിംഗ്. മാർക്കറ്റ് ട്രേഡിങ്ങിനും അക്കോമഡേഷനും സർപ്ലസ് അക്കോമഡേഷനും അവർ ചെറിയ രീതിയിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. നോ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫോം ആൻഡ് സബ്സിസ്റ്റൻസ് ഓഫ് റിലീജിയൻ. അതേപോലെ തന്നെ മതത്തിന്റെ രൂപത്തിനും ഉള്ളടക്കത്തിനും വ്യക്തമായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നില്ല. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, എ ഡിസ്റ്റിങ്ക്റ്റ് സൈക്കോളജിക്കൽ ഔട്ട്ലുക്ക് ഫോക്കസ്ഡ് ഇൻ എൻജോയിങ് ലൈഫ്. ജീവിതം ആസ്വദിക്കുന്ന ഒരു മാനസിക ഘടന അവർക്കുണ്ടായിരുന്നു. എ ഡിസ്റ്റിങ്ക്റ്റ് സൈക്കോളജിക്കൽ ഔട്ട്ലുക്ക് ഫോക്കസ്ഡ് എൻജോയിങ് ലൈഫ്. അവര് വനവാസികളാണ്, ജനജാതികളാണ്. അങ്ങനെ ആദിവാസി സമൂഹങ്ങൾ അവരുടെ ലൈഫ് വനാന്തരങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? എൻജോയ്ഡ്, അവർ ആസ്വദിച്ചിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ടോപ്പിക്, അതിൽ തന്നെ വരുന്ന മറ്റൊരു ഇതാണ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽ സൊസൈറ്റി. ട്രൈബൽ സൊസൈറ്റിയുടെ പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽ സൊസൈറ്റിയിൽ പറയുന്നത് നോക്കൂ. അതായത് സ്ട്രോങ് സെൻസ് ഓഫ് ഗ്രൂപ്പ് ഐഡന്റിറ്റി. ശക്തമായ ഗ്രൂപ്പിനെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഗ്രൂപ്പിനെ ഐഡന്റിഫൈഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, സെൻസ് ഉണ്ടായിരുന്നു. സ്ട്രോങ് സെൻസ് ഓഫ് ഗ്രൂപ്പ് ഐഡന്റിറ്റി. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, ലാംഗ്വേജ്, കിൻഷിപ്പ് ആൻഡ് കസ്റ്റം ബൈൻഡ് ദ കമ്മ്യൂണിറ്റി ടുഗദർ. അതേപോലെ തന്നെ ഭാഷ, ബന്ധുത്വം, ആചാരങ്ങൾ എന്നിവ സമൂഹത്തെ ബന്ധിപ്പിക്കുന്നു. ലാംഗ്വേജും കിൻഷിപ്പും കസ്റ്റംസ് ഒക്കെ എന്തിനെ ബന്ധിപ്പിച്ചിരുന്നു എന്നാ പറയുന്നത്? കമ്മ്യൂണിറ്റിയെ ബന്ധിപ്പിച്ചിരുന്നു. ആൻഡ് ദെൻ കിൻഷിപ്പ് ഗവേൺ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. അതേപോലെ തന്നെ കിൻഷിപ്പ്, ബന്ധുത്വം, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തെ എന്ത് ചെയ്തു? നിയന്ത്രിച്ചിരുന്നു. കിൻഷിപ്പ് ഗവേൺ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. ബന്ധുത്വം അഥവാ കിൻഷിപ്പ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിനെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? നിയന്ത്രിച്ചിരുന്നു. എംഫസൈസ് ഓൺ ഇൻഡിവിജ്വൽ ഇക്വാലിറ്റി, ഡിപ്പെൻഡൻസി ആൻഡ് സബോർഡിനേഷൻ ആർ മിനിമൽ. അതേപോലെ തന്നെ പിന്നെന്താണ്? വ്യക്തി സമത്വം അതായത് എംഫസി അവരെന്തിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്? ഇൻഡിവിജ്വൽ ഈക്വാലിറ്റി, വ്യക്തികളുടെ സമത്വത്തിനും അതേപോലെ തന്നെ ഡിപ്പെൻഡൻസി, ആശ്രിതത്വത്തിനും സബോർഡിനേഷൻ ആർ മിനിമ, സബോർഡിനേഷനൊക്കെ ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നു. ട്രൈബൽ സൊസൈറ്റി ആർ സ്മാൾ ആൻഡ് ക്ലോസ് നിറ്റ്. സമൂഹങ്ങൾ ചെറുതും അതേപോലെ തന്നെ ട്രൈബൽ സൊസൈറ്റി എപ്പോഴും ചെറുതുമായിരിക്കാം, അടുപ്പമുള്ളതുമായിരിക്കാം. നിറ്റ് പറഞ്ഞാൽ ബന്ധമുള്ളതുമായിരിക്കാം. ഇതൊക്കെയാണ് ട്രൈബ്സ് എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. അപ്പൊ ട്രൈബ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നത്. ഇതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ ഫസ്റ്റിൽ ടീച്ചർ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്കിതിൽ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ ഡിസ്കഷൻ നടത്താം. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, റിലീജിയൻ, മതം. അപ്പോൾ റിലീജിയനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കഷൻ നടത്തുന്നത് നമുക്ക് നോക്കാം. റിലീജിയസ് ഡൈവേഴ്സിറ്റി ഈസ് ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതായത് മതവൈവിധ്യം, റിലീജിയസ് ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ മതപരമായ വൈവിധ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. റിലീജിയസ് ഡൈവേഴ്സിറ്റി ഈസ് ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടാണ് റിലീജിയസ് ഡൈവേഴ്സിറ്റിയെ പരിഗണിക്കുന്നത്. ഇന്ത്യ ഹാസ് നോ ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയൻ.
but religion plays a major role in daily life. ഇന്ത്യക്ക് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള റിലീജിയൻ ഇല്ല. എന്നാൽ ഇന്ത്യയിൽ ഒരുപാട് മതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മതത്തിന് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ ഇന്ത്യക്കായി നമ്മുടെ രാജ്യത്തിന് ഒരു പ്രത്യേകം ഒരു മതത്തിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുമില്ല. ഇന്ത്യ ഹാസ് നോ ഒഫീഷ്യൽ സ്റ്റേറ്റ് റിലീജിയൻ. നമുക്ക് ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു സംസ്ഥാനത്തിനും ഒരു മതം എന്ന് പറയുന്നില്ല. ബട്ട് റിലീജിയൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ഡെയിലി ലൈഫ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ മതത്തിന് വളരെയധികം പങ്ക് നിലനിൽക്കുന്നുമുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, മേജർ റിലീജിയൻ ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് ഹിന്ദുയിസം, ഇസ്ലാം, സിഖിസം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം, ജൈനിസം, സൊറോസ്ട്രിയൻ മതം, ജൂതമതം ആൻഡ് ബഹായി മതം. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാന മതങ്ങൾ ഹിന്ദുയിസം, ഇസ്ലാം മതം, സിഖിസം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധമതം, ജൈനിസം, അതേപോലെ തന്നെ സൊറോസ്ട്രിയൻ മതം, ജുഡായിസം ആൻഡ് ബഹായി മതം. ഇത്രയും മതങ്ങളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ. ഇന്ത്യ റെപ്രസെന്റ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വെർ ഡിഫറെന്റ് റിലീജിയൻ ആൻഡ് കൾച്ചേഴ്സ് കോഎക്സിസ്റ്റ്. ഇന്ത്യയിൽ ഒരുപാട് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വൈവിധ്യത്തിലെ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം അഥവാ വൈവിധ്യത്തിലെ ഏകത്വം. ഇന്ത്യയിലെ ഡിഫറെന്റ് റിലീജിയൻസ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, religious harmony is reflected in the celebration of festival like. ഇനി പ്രധാനപ്പെട്ട സെലിബ്രേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതായത് ദിവാലി, ക്രിസ്തുമസ്, അതേപോലെ തന്നെ ബൈസാഖി തുടങ്ങിയതൊക്കെയാണ് പ്രധാനപ്പെട്ട സെലിബ്രേഷൻസ്. അതായത് ഓണം, ബക്രീദ്, അതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെലിബ്രേഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റിലീജിയൻ ഇൻ ഇന്ത്യ പ്രൊമോട്ട് വാല്യൂസ് ഓഫ് ലവ്, ബ്രദർഹുഡ് ആൻഡ് ഷെയർഡ് ഇമോഷൻ. അതേപോലെ തന്നെ എല്ലാ മതങ്ങളും എന്ത് ഷെയർഡ് ചെയ്യണം എന്നാ പറയുന്നത്? വാല്യൂസ് ഓഫ് ലവ്, അതായത് സ്നേഹവും അതേപോലെ തന്നെ സാഹോദര്യവും. സ്നേഹവും സാഹോദര്യവും ഇത്തരത്തിലുള്ള ഇമോഷൻസ് ആണ് എല്ലാ മതവിഭാഗങ്ങളും ഷെയർഡ് ചെയ്യേണ്ടത്. അതിനാണ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് റിലീജിയൻ എന്ന ഈ ഒരു ഭാഗത്തിലെ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്കതിൽ ലൂയിസ് ഡൂമോണ്ട് റിലീജിയൻ ആൻഡ് പവറിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാ നോക്കാം. ഡൂമോണ്ടിന്റെ ഒപ്പീനിയൻ, പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റ് ആണ് ലൂയിസ് ഡുമോണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ റിലീജിയൻ എന്താ എന്നാണ് നമ്മൾ ഇനി ഡിസ്കഷൻ നടത്തുന്നത്. ശ്രദ്ധിക്കൂ. At the ethnographic level, scholars study the link between religion and power. അതായത് മതവും അധികാരവും, റിലീജിയൻ ആൻഡ് പവർ, മതവും അധികാരവും തമ്മിലുള്ള ബന്ധം എന്തനോഗ്രാഫിക്കില്, അതായത് മനുഷ്യനെ പഠിക്കുന്ന ആ ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു. At the ethnographic level, scholars study link between religion and power. And then next point, purity and impurity are central values of Indian society. പ്യൂരിറ്റി പറഞ്ഞാൽ എന്താ? ശുദ്ധം. ഇമ്പ്യൂരിറ്റി പറഞ്ഞാൽ അശുദ്ധി എന്നീ ആശയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്നതായിട്ടാണ് ആര് പറയുന്നത്? ഡുമോണ്ട്. ഇപ്പൊ ഡുമോണ്ട് ഒപ്പീനിയൻ പറയുകയാണ്, ഡുമോണ്ട് അഭിപ്രായപ്പെടുകയാണ്, പ്യൂരിറ്റി ആൻഡ് ഇമ്പ്യൂരിറ്റി, ശുദ്ധമായതെന്നും അശുദ്ധമായതെന്ന രണ്ട് പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇൻ ദ വർണ്ണ മോഡൽ. എന്താ വർണ്ണ മോഡൽ? ബ്രാഹ്മിൻ എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റ് റെപ്രസെന്റ് റിലീജിയസ് അതിലെ പ്യൂരിറ്റിയിൽ വരുന്നത് ആരാണ്? വർണ്ണ മോഡലില് ബ്രാഹ്മിണായിരുന്നു അഥവാ പ്രീസ്റ്റ്. ക്ഷത്രിയ, കിങ് റെപ്രസെന്റ് പവർ. ക്ഷത്രിയരായിരിക്കുമ്പോൾ രാജാവിന്റെ അധികാരമാണ് നിലനിന്നിരുന്നത്. ആൻഡ് ദെൻ ഐഡിയോളജിക്കലി റിലീജിയൻ ഈസ് സുപ്പീരിയർ ടു പവർ ബട്ട് ഇൻ പ്രാക്ടീസ് പവർ മേ ഡോമിനേറ്റ്. ആശയതലത്തിൽ മാത്രം അധികാരം ഡോമിനേഷൻ ആധിപത്യം കൈക്കൊള്ളുന്നവർ എപ്പോഴും ആരായിരുന്നു? റിലീജിയനിൽ സുപ്പീരിയർ പവർ ഉള്ളവരായിരുന്നു. സുപ്പീരിയർ പവർ ഉള്ളവർക്ക് മാത്രമായിരുന്നു അധികാരം കയ്യേന്തിയിരുന്നത്. ബട്ട് ഇൻ പ്രാക്ടീസ് പവർ മേ ഡോമിനേറ്റഡ്.
And then last point, religion encompasses power rather than opposing it. പ്രായോഗിക തലത്തിൽ ചിലപ്പോൾ അധികാരം മതത്തെ മറികടക്കാം. റിലീജിയൻ എൻകംപാസസ് പവർ റാദർ ദാൻ ഒപ്പോസിങ് ഇറ്റ്. അതായത് മതത്തിനേക്കാൾ ചിലപ്പോൾ എന്തിനാണ് പ്രാധാന്യം ഉണ്ടാവുക? പ്രായോഗിക തലത്തിൽ ചിലപ്പോൾ അധികാരം മതത്തിനേക്കാൾ മറികടക്കാം. ഇതൊക്കെയാണ് ലൂയിസ് ഡൂമോന്റെ ഒപ്പീനിയൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ എന്നൊരു ടോപ്പിക്കും കൂടിയാണ്. ആ ടോപ്പിക്കും കൂടി ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് 6ാമത്തെ പോയിന്റ്, 5th പോയിന്റ് ആയിട്ടുള്ള ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് ആണ് ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. അതായത് ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ അതായത് ചെറുതും അതേപോലെ തന്നെ അതേപോലെ തന്നെ മൂല്യമുള്ളതുമായിട്ടുള്ള പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ കൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ മിൽട്ടൺ ഫിംഗർ ആൻഡ് റോബർട്ട് റെഡ്ഫീൽഡ്. അതായത് 1955 മിൽട്ടൺ ഫിംഗറും റോബർട്ട് റെഡ്ഫീൽഡുമാണ് ഈ ഒരു ആശയം ഡെവലപ്പ് ചെയ്തത്. കൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ മിൽട്ടൺ ഫിംഗർ ആൻഡ് റോബർട്ട് റെഡ്ഫീൽഡ് 1955 മിൽട്ടൺ ഫിംഗർ ആൻഡ് റോബർട്ട് റെഡ്ഫീൽഡ് ആണ് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗ്രേറ്റ് ട്രഡീഷൻ ലിങ്ക്ഡ് വിത്ത് എലൈറ്റ് ആൻഡ് ലിറ്ററേറ്റ് based on written texts, scriptures, philosophy, epics and mythology. ഇനി ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രേറ്റ് ട്രഡീഷൻ ലിങ്ക്ഡ് എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് അത് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്? എലൈറ്റ് ആൻഡ് ലിറ്ററേറ്റ് പുതിയതും അതേപോലെ തന്നെ ലിറ്ററേറ്റ് ഗ്രന്ഥങ്ങളൊക്കെയാണ് അതിൽ വരിക. ഏതൊക്കെ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വരും? ബേസ്ഡ് ഓൺ റിട്ടൺ ടെക്സ്റ്റുകള്, സ്ക്രിപ്റ്റേഴ്സ്, ഫിലോസഫി, എപ്പിക്സ്, മിത്തോളജി, ഇതൊക്കെ വരുന്ന ആ ഒരു ലിങ്ക്ഡ് വിത്ത് എലൈറ്റിനെയാണ് എന്ത് പറയുക? ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ആൻഡ് സ്പ്രെഡ് ബൈ പ്രീസ്റ്റ്, ടീച്ചേഴ്സ്, സ്കോളേഴ്സ്, റിലീജിയസ് ലീഡേഴ്സ് ആൻഡ് കൾച്ചറൽ പെർഫോമേഴ്സ്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രേറ്റ് ട്രഡീഷനിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക? ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ആൻഡ് സ്പ്രെഡ്. ആരൊക്കെയാണിത് ഈ ടെക്സ്റ്റും ഫിലോസഫി എപ്പിക്സും മിത്തോളജിയും ഒക്കെ സ്പ്രെഡ് ചെയ്യുക? പ്രീസ്റ്റുകള്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതന്മാരും അതേപോലെ തന്നെ ടീച്ചേഴ്സ് അധ്യാപകരും, സ്കോളേഴ്സ്, റിലീജിയസ് ലീഡേഴ്സ്, കൾച്ചറൽ പെർഫോമേഴ്സ്, ഇവരൊക്കെയാണ് ഈ ഒരു ട്രഡീഷനെ സ്പ്രെഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫോക്കസ്ഡ് ഓൺ ടെക്സ്റ്റൽ, ക്ലാസിക്കൽ ആൻഡ് ശാസ്ത്രിക് നോളജ്. പിന്നെ അതേപോലെ തന്നെ ഈ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ടെക്സ്റ്റലായിട്ടും അതേപോലെ തന്നെ ക്ലാസിക്കലായിട്ടും ശാസ്ത്രിക് നോളജ് ആയിട്ടും ശാസ്ത്ര അറിവുകളൊക്കെയാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഗ്രേറ്റ് ട്രഡീഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മിൽട്ടൺ ഫിംഗറും റോബർട്ട് റെഡ്ഫീൽഡും ആണ്. ഗ്രേറ്റ് ട്രഡീഷൻ എന്താ എന്ന് ഞാൻ പറഞ്ഞു തന്നു. ആരൊക്കെയാണ് അത് സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞു തന്നു. പിന്നെ എന്താണ് അത് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ പ്രാക്ടീസ്ഡ് ബൈ കോമൺ പീപ്പിൾ. ലിറ്റിൽ ട്രഡീഷൻ പ്രധാനമായും ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കോമൺ പീപ്പിൾ ആയിരിക്കും, സാധാരണ ജനങ്ങളായിരിക്കും. അപ്പൊ കോമൺ പീപ്പിൾസ് ഫോളോ ചെയ്യുന്നതാണ് ഏത് ട്രഡീഷൻ? ലിറ്റിൽ ട്രഡീഷൻ. കോമൺ പീപ്പിൾസ് ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാക്കി ഭാഗം നമുക്ക് എന്തായെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഗ്രേറ്റ് ട്രഡീഷൻ ആണ് ഡിസ്കഷൻ നടത്തിയത്. ഇനി നമുക്ക് ലിറ്റിൽ ട്രഡീഷൻ നോക്കാം. ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്?
ലിറ്റിൽ ട്രഡീഷൻ പ്രാക്ടീസ്ഡ് ബൈ കോമൺ പീപ്പിൾ. പൊതുവായിട്ടുള്ള ജനങ്ങളായിരിക്കും ലിറ്റിൽ ട്രഡീഷൻ പ്രാക്ടീസ് ചെയ്യുക. പെസൻസ് വരും, അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ ഫോക്ക് കൾച്ചർ വരും, ഓറൽ ട്രഡീഷൻ വരും. അതായത് സാധാരണയായിട്ടുള്ള ആളുകളും കർഷകരും അതേപോലെ തന്നെ ഫോക്ക് കൾച്ചർ നാടോടി സംസ്കാരം ഫോളോ ചെയ്യുന്നവരും അതേപോലെ തന്നെ വാമൊഴി സംസ്കാരമുള്ളവരൊക്കെ ആയിരിക്കും ഈ ലിറ്റിൽ ട്രഡീഷനിൽ വരുന്നത്. ഇപ്പോൾ ലിറ്റിൽ ട്രഡീഷൻ പ്രാക്ടീസ് ബൈ കോമൺ പീപ്പിള്, പെസൻസ്, ഫോക്ക് കൾച്ചർ ആൻഡ് ഓറൽ ട്രഡീഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇൻക്ലൂഡ് ഫോക്ക് ടേൽസ്, സോങ്, പ്രോവർബ്, റിഡിൽ, റിച്വൽ, ലോക്കൽ മിത്ത്, സ്ട്രീറ്റ് പെർഫോമൻസ്. ഇനി ലിറ്റിൽ ട്രഡീഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ലിറ്റിൽ ട്രഡീഷൻ ആയിരിക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫോക്ക് ടാൽസ്. ഫോക്ക് ടാൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടോടി കഥകൾ എന്നൊക്കെ പറയും. സോങ്, പല നാടോടി ഗാനങ്ങള്, അതേപോലെ തന്നെ പ്രോവേർബുകള്, പഴഞ്ചൊല്ലുകള്, റിഡിൽസ്, ചോദ്യോത്തരങ്ങള്, റിച്വൽസ്, ആചാരങ്ങള്, ലോക്കൽ മിത്തുകള്, പുരാണങ്ങള്, സ്ട്രീറ്റ് പെർഫോമൻസ്, തെരുവ് പ്രകടനങ്ങൾ. ഇതൊക്കെ വരുന്നതാണ് ഇതൊക്കെ ഏതിൽ വരുന്നതാ മക്കളെ? ലിറ്റിൽ ട്രഡീഷൻ. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് ലിറ്റിൽ ട്രഡീഷൻ ആയിരിക്കും. എന്നാലും സ്ക്രിപ്റ്റും ഫിലോസഫിയും എപ്പിക്സും മിത്തോളജിയും ഒക്കെ വരുന്നത് ഏതാ? ഗ്രേറ്റ് ട്രഡീഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലിറ്റിൽ ട്രഡീഷനിൽ ഉൾക്കൊള്ളുന്നതാണ് ടീച്ചർ പറഞ്ഞത് ഫോക്ക് ടാൽസ്, സോങ്, പ്രോവർബ്, റിഡിൽസ്, റിച്വൽസ്, ലോക്കൽ മിത്ത്, സ്ട്രീറ്റ് പെർഫോമൻസ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്? ലിറ്റിൽ ട്രഡീഷനിൽ വരുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ക്യാരിഡ് ബൈ ഫോക്ക് ആർട്ടിസൺ, സ്റ്റോറി ടെല്ലേഴ്സ്, സിംഗേഴ്സ്, ഡാൻസേഴ്സ്, ആസ്ട്രോളജേഴ്സ്, മെഡിസിൻ മെൻ എക്സെട്ര. അതേപോലെ തന്നെ ലിറ്റിൽ ട്രഡീഷനിൽ പിന്നെ ആരൊക്കെ വരും? ക്യാരിഡ് ഫോക്ക് ആർട്ടിസ്റ്റൻസ്, അതായത് നമുക്കറിയാം നാടോടിപരമായിട്ടുള്ള ആർട്ടിസൺസ്, കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവര്, സ്ട്രീറ്റ് ടെല്ലേഴ്സ്, സ്റ്റോറി ടെല്ലേഴ്സ്, സിംഗേഴ്സ്, ഡാൻസ്, അതേപോലെ ഈ സ്ട്രീറ്റിലൊക്കെ പാട്ട് പാടുന്നവരെ, സ്ട്രീറ്റിലൊക്കെ ഡാൻസ് കളിക്കുന്നവരെ, ആസ്ട്രോളജേഴ്സ്, മെഡിസിൻ, പലതരത്തിലുള്ള ഈ പച്ചമരുന്നുകളൊക്കെ വിൽക്കുന്നവരുണ്ടാവില്ലേ, അവരെ, അത്തരം ആളുകളൊക്കെയാണ് ഏതിൽ വരുന്നത്? ലിറ്റിൽ ട്രഡീഷനിൽ വരുന്നത്. മാത്രല്ല ആസ്ട്രോളജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ, അതൊക്കെ ആയിരിക്കും കേട്ടോ ഈ ലിറ്റിൽ ട്രഡീഷനിൽ വരിക. അതേപോലെ വില്ലേജ് സ്കൂൾ ടീച്ചേഴ്സ് ഓഫ്റ്റൻ ആക്ട് ആസ് കീ ഏജന്റ് ഓഫ് ലിറ്റിൽ ട്രഡീഷൻ. ഒരു ഗ്രാമത്തിലെ ടീച്ചറും ഏതിൽ വരുന്ന പറയുന്നത്? വില്ലേജ് സ്കൂൾ ടീച്ചേഴ്സ്. വില്ലേജ് സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും എന്തിൽ വരും? ലിറ്റിൽ ട്രഡീഷനിൽ വരും. ആൻഡ് ദെൻ കൾച്ചറൽ പെർഫോമൻസ് ആർ ടു പർപ്പസ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക പ്രകടനങ്ങൾ രണ്ട് പർപ്പസാണ് ഉള്ളത്. സാംസ്കാരിക പ്രകടനങ്ങൾക്ക്, കൾച്ചറൽ പെർഫോമൻസിന് 2 പർപ്പസ് ആണുള്ളത്. ഒന്ന് റിലീജിയസ് ആൻഡ് ഡിവോഷണൽ, ആൻഡ് സെക്കൻഡ് വൺ എന്റർടൈൻമെന്റ്. റിലീജിയസ് ആൻഡ് ഡിവോഷണൽ എന്ന് പറഞ്ഞാൽ സേക്രഡ് ആണത്, പരിശുദ്ധമായിരിക്കും. എന്റർടൈൻമെന്റ് പറഞ്ഞാൽ സെക്കുലർ, സ്ട്രെസ് റിലീഫ് ആയിരിക്കും. അതായത് സ്ട്രെസ് കുറയ്ക്കുക, അതാണ് എന്റർടൈൻമെന്റ് പർപ്പസ്. അപ്പോൾ ഒരു കൾച്ചറൽ പെർഫോമൻസ് 2 ഉണ്ട്, റിലീജിയസ് ഉണ്ട്, എന്റർടൈൻമെന്റും ഉണ്ട്. അതേപോലെ തന്നെ ഈ 2 ട്രഡീഷനും ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ ഇന്റർ കണക്റ്റഡ് ആൻഡ് ടുഗദർ മെയിൻറ്റെയിൻ യൂണിറ്റി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. ഈ 2 ട്രഡീഷനും ഇന്ത്യൻ നാഗരികതയുടെ യൂണിറ്റിക്ക്, സാംസ്കാരിക ഐക്യം നിലനിർത്താൻ സഹായിക്കുന്നു. ലിറ്റിൽ ട്രഡീഷൻ ആയാലും ഗ്രേറ്റ് ട്രഡീഷൻ ആയാലും ഈ 2 ട്രഡീഷൻസും എന്ത് ചെയ്യുന്നു? അതായത് യൂണിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. And then in isolated or primitive tribe, the distinction between great and little tradition is not clear. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻ ഐസോലേറ്റഡ് ഓർ പ്രിമിറ്റീവ് ട്രൈബ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ ഈസ് നോട്ട് ക്ലിയർ. അതായത് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പ്രാചീന ഗോത്ര സമൂഹങ്ങളിൽ ഈ 2 പാരമ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായിരിക്കണമെന്നില്ല. അപ്പോൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പ്രാചീന ഗോത്ര സമൂഹങ്ങളിൽ ഈ 2 പാരമ്പര്യങ്ങളും തമ്മിൽ എന്തില്ല? വ്യക്തമായി വ്യത്യാസം ഉണ്ടായിരിക്കണമെന്നില്ല. 2 ഏകദേശം ചില ഫലങ്ങളിൽ എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ.
എന്താ ലെഫ്റ്റ് പോയിന്റിൽ പറയുന്നത്? ഇൻ ഐസോലേറ്റഡ് ഓർ പ്രിമിറ്റീവ് ട്രൈബ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ നോട്ട് ക്ലിയർ. ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പ്രാചീന ഗോത്ര സമൂഹങ്ങളിൽ ഇവ തമ്മിൽ എന്തുണ്ടാവില്ല എന്നാ പറയുന്നത്? വ്യത്യാസം ഉണ്ടായിരിക്കണമെന്നില്ല. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇത് രണ്ടും എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇവിടെ ഡിസ്കഷൻ നടത്താനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ 6 പോയിന്റുകളാണ് പഠിച്ചത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വില്ലേജ് ഇന്ത്യ, കാസ്റ്റ്, ട്രൈബ്, റിലീജിയൻ, ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻ. ഇതിൻ്റെ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി. വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്കിനി പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ.